ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരയ്ക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് നെയിലിൻ്റെ ഭാഗം ബോൾഡാക്കി കൊടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അറബിക് റോസ് ഫ്ലവർ വരയ്ക്കുകയാണ്. അതിനുവേണ്ടി ആദ്യം സ്പൈറൽ വരച്ചു. ഇനി പെറ്റൽസ് വരയ്ക്കാം. അതിനുവേണ്ടി ഞാൻ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നു. അതിനുശേഷം ബോൾഡാക്കി കൊടുക്കുന്നു. ഈ റോസ് ഫ്ലവറിൽ ഈ പെറ്റൽസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പെറ്റൽസ് തീർന്നിട്ടാവരുത് അടുത്ത പെറ്റൽസ് വരയ്ക്കേണ്ടത്. ഒരു പെറ്റൽസ് വരച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ നിന്ന് അടുത്ത പെറ്റൽസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഔട്ട്ലൈൻ വരച്ച് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അല്ലാതെ ഒരു രീതിയും കൂടി ഉണ്ട്, അത് അടുത്ത ഫ്ലവർ വരയ്ക്കുമ്പോൾ കാണിക്കാം. അതിനുവേണ്ടി ഇതേ അടുത്ത സ്പൈറൽ വരച്ചു. കണ്ടോ, ഈ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രഷർ അപ്ലൈ ചെയ്ത് നമ്മൾ ചെയ്യണം. അതായത് ആദ്യം മെഹന്തി കൊണ്ട് തിന്നാക്കി കൊണ്ടുവന്നിട്ട് പിന്നെ കുറച്ച് അല്പം ബോൾഡാക്കി വീണ്ടും തിന്നാക്കി, അതുപോലെയും നമുക്ക് ഈ പെറ്റൽസ് വരച്ചെടുക്കാം. അങ്ങനെ 2 ഫ്ലവർ വരച്ചു. ഇനി മൂന്നാമത് ഒരു ഫ്ലവറും കൂടിയും വരയ്ക്കുക. അതിനുവേണ്ടി വീണ്ടും സ്പൈറൽ വരച്ചു. ഞാൻ പ്രഷർ അപ്ലൈയിങ് മെത്തേഡ് ഉപയോഗിച്ച് തന്നെ പെറ്റൽസ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ 3 ഫ്ലവറിലും 2 ലെയർ പെറ്റൽസ് വരച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമുക്ക് ഒരു ബഞ്ച് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാവുന്നത് ഒരു കർവഡ് ലൈൻ കൊടുത്തു. കർവഡ് ലൈൻ ഒന്നും കൂടിയും ബോൾഡാക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഞാൻ ആദ്യം വരച്ച കോൺ തീർന്നു കഴിഞ്ഞപ്പോൾ അടുത്ത കോൺ എടുത്തതാണ്. അതിൻ്റെ അപ്പോൾ ടിപ്പ് അല്പം എന്താ പറയുക, നല്ല ബോൾഡായിട്ട് തന്നെ. അപ്പോൾ അത് ഒന്നും കൂടിയും തിന്നാക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു മുട്ട് സൂചി കുത്തി വെച്ചിട്ട് ഒരു ടേപ്പ് ഒട്ടിച്ചു കൊടുത്തതാണ് കേട്ടോ കാണുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ടിപ്പ് അല്പം നല്ല തിന്നായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ കർവഡ് ലൈനിൻ്റെ മുകളിൽ ഒരു സ്പൈറൽ വരച്ചിട്ട് ഹംസ് വരച്ചു കൊടുക്കുന്നതാണ് കാണുന്നത് കേട്ടോ. ഇങ്ങനെ അതിന് മുകളിൽ കൂടി സ്പൈറലും ഹംസും വരച്ചു കൊടുക്കുക. 4ാമത് ഹംസ് ഫ്ലവറും കൂടിയും വരച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ വരച്ച റോസ് ഫ്ലവറിൽ ഒരു റിങ് പോലെ വരച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുത്തു. ഇനി ആ ബഞ്ച് ഫ്ലവറിൻ്റെ ഒരു സൈഡിൽ സ്പൈറൽ വരച്ചു കൊടുക്കുന്നു. ഈ സ്പൈറലൊക്കെ ഒരു ഫില്ലിങ് എലിമെൻ്റ് ആണ് കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും ഫില്ല് ചെയ്ത് കൊടുക്കാൻ ഈ സ്പൈറലൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. അറബിക് ഫ്ലവർ വരയ്ക്കുകയാണ്. അതിനുവേണ്ടി സ്പൈറൽ വരച്ചു, പെറ്റൽസ് വരച്ചു. പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുത്ത് പെറ്റൽസ് വരയ്ക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിനും 2 ലെയർ പെറ്റൽസ് വരച്ചു കൊടുത്തു. ഇതുപോലെ തന്നെ നെക്സ്റ്റ് ഫ്ലവർ വരയ്ക്കുന്നു. 3 ഫ്ലവർ വരയ്ക്കലായിരിക്കും എപ്പോഴും ഭംഗി കേട്ടോ. 3ാമത് ഒരു ഫ്ലവറും കൂടിയും വരച്ചു കൊടുക്കാനായിട്ട് സ്പൈറൽ വരച്ചു. പ്രഷർ അപ്ലൈയിങ് മെത്തേഡ് ഉപയോഗിച്ച് പെറ്റൽസ് വരച്ചു കൊടുക്കുന്നു. 2 ലെയർ പെറ്റൽസ് ഈ ഒരു ഫ്ലവറിന് നമ്മൾ വരച്ചു കൊടുത്തു. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഇതിപ്പോൾ പേപ്പറിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയേ ഉണ്ടാവുള്ളൂ, പക്ഷേ കൈ ചെയ്യുമ്പോൾ നല്ല ലുക്കായിരിക്കും കേട്ടോ. വീണ്ടും ആ ബഞ്ച് ഓഫ് ഫ്ലവറിൽ ഒരു സൈഡിൽ ഞാൻ സ്പൈറൽ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു ഡിസൈൻ ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ചെയ്യണമെന്നേ ഉള്ളൂ, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി സിമ്പിളായിട്ട് മതി എന്നുള്ളവർക്ക് ഈ സ്പൈറൽ ഇവിടെ ഒഴിവാക്കാം. പിന്നെ ഇപ്പോൾ വരച്ച കർവഡ് ലൈൻ, അതിപ്പോൾ ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരച്ചു എന്ന് വിചാരിച്ച് നിങ്ങളും ആ ഒരു സൈഡിലേക്ക് തന്നെ വരയ്ക്കണമെന്നില്ല. നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വരയ്ക്കണ കർവഡ് ലൈൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കണമെന്ന് മാത്രം. അങ്ങനെ ചെയ്താൽ മതി. എല്ലാം ഒരേ സൈഡിലേക്ക് തന്നെ കർവഡ് വരയ്ക്കരുത് കേട്ടോ. ഇപ്പോൾ ഞാൻ കർവഡ് വരച്ച ലൈനിൻ്റെ മുകളിൽ ഇങ്ങനൊരു ഷേപ്പും കൂടിയും വരച്ച് അതിനുള്ളിൽ ഒരു ഡോട്ടും ചെറിയ പെറ്റൽസും വരച്ച് ഫില്ല് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മുകളിൽ വീണ്ടും സ്പൈറൽ വരച്ചിട്ട് ഈ അറബിക് റോസ് ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു ലെയർ ഫ്ലവറാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ചുറ്റും ഇതുപോലെ സ്പൈറലും ബോൾഡ് പെറ്റൽസും വരച്ച് ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 5 ഫ്ലവറോളം ആ ഒരു കർവ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വരയ്ക്കണ ഡിസൈൻ്റെ വലിപ്പത്തിനനുസരിച്ച് 5ഉം 6ഉം ഒക്കെ വരയ്ക്കാം കേട്ടോ. എനിക്കിപ്പോൾ അവിടെ 5 വരയ്ക്കാൻ കഴിയുന്നുള്ളൂ, അതുകൊണ്ട് 5 ഫ്ലവർ വരച്ചു. ഇനി വീണ്ടും കർവഡ് ലൈൻ വരച്ചു.
ഇപ്പോൾ മൂന്നാമത്തെ കർവഡ് ലൈനാണ് ഞാൻ വരച്ച. ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം വരച്ച കർവഡ് ലൈനിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നെക്സ്റ്റ് വരച്ചത്. അങ്ങനെ മൂന്നാമതും ഒരു കൂട്ടം ഫ്ലവർ നമ്മൾ വരച്ചിട്ടുണ്ട്. ഈ അറബിക് ഫ്ലവർ തന്നെ ഈ കർവ് ആ 3 ഫ്ലവർ വരച്ചതിന് ചുറ്റും സ്പൈറൽ വെച്ചും ചെയ്തു. ഇനി നമ്മൾ ഫിംഗറിലൊക്കെ ഡിസൈൻ നീട്ടി വരയ്ക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു കർവഡ് ലൈൻ വരച്ചു. അതിന് ചുറ്റും ഹംസ് ഫ്ലവർ വരച്ചിട്ട് അതിന് മുകളിൽ ഡോട്ടും കൊടുത്ത് ഫില്ല് ചെയ്തു. അങ്ങനെ ആ ഫിംഗറും അവിടെ കംപ്ലീറ്റ് ചെയ്യണം. ഒരുപാട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ല, ചെറിയ ചെറിയ ഡിസൈനാണ് കൊടുക്കുന്നത്. ഇനി ഇവിടെ ഞാൻ ചെയ്യുന്നത് വെറുതെ സ്പൈറൽ വരച്ചു കൊടുക്കുന്നു. ആദ്യം 4എണ്ണം 3എണ്ണം 2എണ്ണം 1 അങ്ങനെയുള്ളൊരു മെത്തേഡിൽ വരച്ചു. നെക്സ്റ്റ് ഫിംഗറിലും ഇതേ രീതിയിൽ തന്നെ സ്പൈറൽ വരച്ചു കൊടുക്കുന്നു. അതിന് രണ്ടിനും ഓരോ ഔട്ട്ലൈൻ വരച്ചു കൊടുത്തു. ഇതിപ്പോൾ ഞാൻ ക്യാമറയിൽ നിങ്ങൾക്കിത് കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ള നോക്കി ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് ആ ഫിംഗറിൽ ഒഴിഞ്ഞെടുക്കുന്ന ഭാഗത്ത് ഒരു സ്പൈറൽ വരച്ച് ആ ബോൾഡ് റോസ് ഫ്ലവർ വരയ്ക്കുകയാണ് ചെയ്യണത് കേട്ടോ. അതിന് ചുറ്റും വീണ്ടും 3 സ്പൈറലും വരച്ച് ആ ഫിംഗർ രണ്ടും അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ലാസ്റ്റത്തെ ഫിംഗറിലേക്കും ഒരു കർവഡ് ലൈൻ വരച്ച് മുകളിൽ ഒരു സ്പൈറൽ വരച്ചു. ഒരു ബോൾഡ് റോസ് ഫ്ലവർ പെറ്റൽസ് വരയ്ക്കുന്നു. ഇവിടെ 2 ലെയർ പെറ്റൽസ് വരച്ചിട്ടുണ്ട്. വീണ്ടും നെക്സ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് ഒരു അറബിക് ഫ്ലവർ വരച്ചു കൊടുത്തു. വീണ്ടും ഒരു സ്പൈറലും കൂടി വരച്ച് അറബിക് ബോൾഡ് ഫ്ലവർ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് അതിൻ്റെ താഴെ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി സ്പൈറൽ വരച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ.